ഗ്രേസിലേക്കും മേഴ്സിലേക്കും ദ മേഴ്സി ആൻഡ് ദ ഗ്രേസ് ഓറൽ നോൺ എസ് ജീസസ് ക്രൈസ്റ്റ് നമ്മളെ ധാരാളമായി സഹായിക്കട്ടെ. വെൽക്കം പുള്ളിങ് ഡൗൺ ഓഫ് നാം ഇനി അടിമത്തിൽ കുടുങ്ങിപ്പോരുത്. ഞാനിവിടെ ആയിരിക്കുന്നത് തമിഴ്നാട്, അതായത് നമ്മുടെ ചെന്നൈയിൽ നിന്ന് സേലത്തിലേക്ക് പോകുന്ന ആ ഒരു പാതയിൽ, അല്ലെങ്കിൽ ഇപ്പം ഈ ഡയറക്ഷനിലോട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേലത്ത് നിന്ന് ചെന്നൈയിലേക്ക് പോകുന്ന പാതയിൽ ഒരു മിഡ് പാത്തിലാണ്, മിഡ് എന്ന് പറയുന്നില്ല, അതിൻ്റെ ഒരു സൈഡ് പാത്തിലാണ് നിൽക്കുന്നത്. എത്ര മനോഹരമായ ഹൈവേ ആണ് നോക്കൂ, എത്ര മനോഹരമായ ടോൾ ഗേറ്റാണ് നോക്കൂ. ഈ സൃഷ്ടികളൊക്കെ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ കഴിയും. അതുമാത്രമല്ല, ആ ടോൾ ഹൈവേയിലൊക്കെ ഒരുപാട് വാഹനങ്ങൾ എന്ത് ചെയ്യുന്നു, അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് പോകാനും വെയിറ്റ് പണ്ണുന്ന പോലെ, അതായത് വെയിറ്റ് ചെയ്യുന്ന സ്റ്റേജിലായിരിക്കുന്നു. എത്ര സുന്ദരമായ റോഡല്ലേ. ആകാശവും മേഘാവൃതമാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, മഴയൊന്നും പെയ്തിട്ടില്ല. ഇന്നലെ ഇവിടെയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. അത് അങ്ങ് ദൂരെ ഒരു പെട്രോൾ ടാങ്ക് പോലത്തെ, അല്ലെങ്കിൽ പെട്രോൾ നിറയ്ക്കുന്നത് പോലത്തെ ഒരു വാഹനം അവിടെ ഉണ്ട്. അതുമാത്രമല്ല, അങ്ങ് ദൂരെ വയലുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ നാട്ടിൽ, അതായത് കേരള നാട്ടിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ചില അനുഭവങ്ങളാണ്. എന്ന് മാത്രമല്ല, ഇവിടെ എൻ്റെ ഒരു സുഹൃത്തിനോട് കൂടി നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് കടന്നു വന്നിട്ടുണ്ട്. അപ്പം ഒരു കട്ടൻ ചായയൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ഇനി അടുത്ത നടത്ത യാത്ര തുടങ്ങുന്നത്. ഇടയ്ക്കുള്ളൊരു സമയം അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ നിന്നും ചില ദൃശ്യങ്ങൾ, എൻ്റെ വീഡിയോ കുറച്ച് കാലമായിട്ട് വർക്ക് ചെയ്യുന്നില്ല, അതായത് ജനുവരി മാസം 30 തൊട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ തൽഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോ എനിക്ക് ഈ ഒരു കാര്യങ്ങൾ പകർത്താൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു, ഫ്രീലി വിട്ടുതരാനിടയിൽ തരുന്നു. അപ്പം പുള്ളിങ് ഡൗൺ സ്റ്റോൺസ് കാസ്റ്റിംഗ് ഔട്ട് ഇമാജിനേഷൻസ് വിദൂരത്തേക്കുള്ള ആ ഒരു പാതയൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യുവാനും, അല്ലെങ്കിൽ ഈ ഹൈവേ കുറച്ചൊക്കെ എടുക്കുവാനും ഇതൊക്കെ ഒന്ന് ഇടയിൽ തരുന്നു. എത്ര മനോഹരമായ ഹൈവേ അല്ലേ, എത്ര സുന്ദരമായ ഹൈവേ അല്ലേ. നാം ഇനി അടിമത്തിൽ കുണിപ്പോരുത്. അതാ ഒരു പോലീസ് വാഹനം പോലെ എന്തോ ഒരു സാധനം ഇങ്ങനെ വളരെ വേഗത്തിൽ കടന്നു പോകുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ട്. എനിക്ക് ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ഒന്ന് പകർത്തിയെടുക്കാമായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിലീവ് ഓൺ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, stand fast on liberty earth Christ has made us free and be not ending stand fast on liberty earth Christ has made us free and be not അതായത് നാം ഇനി അടിമത്തിൽ കുടിപ്പോരുത്. അതായത് സ്വാതന്ത്ര്യത്തിനെ ക്രിസ്തമേ സ്വതന്ത്രമാക്കി അകലിൽ ഉറച്ചവൻ നാം ഇനി അടിമത്തിൽ കുടിപ്പോരുത്. ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ സ്റ്റാൻഡ് ഫാസ്റ്റ് ഓൺ ലിബർട്ടി എർത്ത് ക്രൈസ്റ്റ് ഹസ് മേഡ് us free and be not entangled again the yoke of bondage. For brethren he called but believe on Lord Jesus Christ then you will find be saved. മറ്റൊരുത്തൻ്റെ രക്ഷയിൽ നാം രക്ഷാർപ്പൻ ആകാശമെങ്കിൽ മനുഷ്യരിൽ നൽകപ്പെട്ട മറ്റൊരു ഞാൻ എൻ്റെ കുടുംബം ഞങ്ങൾ ആശ്രയിക്കും. ഡു നോട്ട് സിയറ്റാൽ റൈസീസിൻ്റെ കൃപയിൽ നമുക്ക് ധാരാളമായിട്ട് ആശ്രയിക്കാം. ഇവിടുന്ന് നേരെ പോകുന്നത് കരുണക്കുറിശ്ശിയിലേക്കാണ്. അവിടെ ധാരാളം കരുണയും കൃപയും നമുക്ക് ആ സ്ഥലത്തിലും എൻജോയ് ചെയ്യാൻ ആശ്രയിപ്പിച്ച് ഫോർ ബദനി ഹോൺ ബട്ടി. അതായത് സഹോദരന്മാരെ, സ്വാതന്ത്ര്യത്തിന് നിങ്ങളെ വിളിച്ചിരിക്കുന്നു. അവിടെ നമുക്ക് ധാരാളമായിട്ട് ആസ് പീസ് യു ഫോർ ബദനി ഹോൺ കാൽബട്ടി ഗ്രേസി ആൻഡ് മേഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, അനുഭവിക്കാൻ കഴിയും, എൻജോയ് ചെയ്യാൻ പറ്റും. ഭയപ്പെടേണ്ട കാര്യമില്ല. ഇപ്പം നമുക്കൊന്ന് കട്ടൻ ചായ കുടിച്ചിട്ട് ബാക്കി എടുക്കാം. പിന്നാലെ നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ എടുക്കാം. ഇത് നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. ദേ പോയി ഇതാവണം. അപ്പോൾ ഫോർ ബദനി ഹോൺ കാണ്ടർ ലിബർട്ടി ആസ് പീസ് സുഖനിദ്ര, നല്ല നിദ്ര പ്രാപിക്കുക. സ്ലീപ്പ് വെൽ.